തൃക്കൂർ ഗ്രാമപഞ്ചായത്തിന് സ്വന്തമായി കളിസ്ഥലം വേണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പഞ്ചായത്തിലേക്ക് മാർച്ച് നടത്തി. ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി വി.പി. ശരത് പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ കല്ലൂർ മേഖലാ സെക്രട്ടറി പി.എസ്. വിവേക് അധ്യക്ഷത വഹിച്ചു. ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം കെ.എസ്. റോസൽ രാജ്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മിഥുൻ കൃഷ്ണൻ, ജില്ലാ കമ്മിറ്റി അംഗം സി.എ. വൈശാഖ്, സിപിഎം തൃക്കൂർ ലോക്കൽ സെക്രട്ടറി വി.എം. സിനേഷ്, കപിൽ രാജ്, ഡിവൈഎഫ്ഐ തൃക്കൂർ മേഖലാ സെക്രട്ടറി എം.വി. വിനീഷ് എന്നിവർ പ്രസംഗിച്ചു. കഴിഞ്ഞ 4 വർഷമായി തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്ന യു.ഡി.എഫ് ഭരണസമിതി യുവജനങ്ങളെ തീർത്തും അവഗണിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നതെന്നും സ്വന്തമായൊരു ഗ്രൌണ്ട് എന്നത് തൃക്കൂരിലെ യുവജനങ്ങളുടെയും കായിക പ്രേമികളുടെയും ആവശ്യം പഞ്ചായത്ത് അവഗണിക്കുകയാണെന്നും ഡിവൈഎഫ്ഐ പ്രവർത്തകർ ആരോപിച്ചു. ഇവിടെ ഈ തൃക്കൂർ ഗ്രാമപഞ്ചായത്തിൽ ഇവിടുത്തെ യുവാക്കൾക്ക് കായിക വിനോദങ്ങളിൽ ഏർപ്പെടുന്നതിന് വേണ്ടി ഒരു കളിസ്ഥലം ഈ നാടിൻ്റെ കാലങ്ങളായിട്ടുള്ള ആവശ്യം. നമ്മുടെ മറ്റെല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും അതത് ഗ്രാമപഞ്ചായത്തുകൾ കളിസ്ഥലങ്ങൾ നിർമ്മിക്കുന്നതിനും വിപുലീകരിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട്. ഈ പുതുക്കാട് മണ്ഡലത്തിലും തൊട്ടപ്പുറത്ത് ഒല്ലൂർ മണ്ഡലത്തിലൊക്കെ അത്തരത്തിലുള്ള നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇന്ന് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഈ മാർച്ചിൽ ഡിവൈഎഫ്ഐ മുന്നോട്ട് വയ്ക്കുന്നത് നമ്മുടെ കേരള സർക്കാരിന്റെ ഒരു പ്രഖ്യാപിത ലക്ഷ്യവും പദ്ധതിയുമാണ് എല്ലാ വില്ലേജിലും ഒരു കളിസ്ഥലം എന്നത്. അതിനുവേണ്ടി പ്രത്യേകം ഫണ്ട് വിനിയോഗിക്കാനും അതുപോലെ തന്നെ കേരള ബഡ്ജറ്റിൽ ഉൾപ്പെടെ വിവിധ പഞ്ചായത്തുകളിലെല്ലാം ഫണ്ട് ലഭിക്കുന്നുണ്ട്. വലിയ തോതിൽ ലഹരിയുടെ വ്യാപനവും അരാജകത്വ പ്രവണതയുമായി യുവജനങ്ങൾ വഴിമാറി സഞ്ചരിക്കുന്ന ഈ കാലഘട്ടത്തിനകത്ത് കായിക മേഖലയെയും അതുപോലെ തന്നെ കലാ സാംസ്കാരിക മേഖലയെയും പരിപോഷിക്കുന്നതിനായി കേരളത്തിനകത്തെ ഇടതുപക്ഷ സർക്കാരും നമ്മുടെ നാടിനകത്തെ വിവിധ സംഘടനകളും ഡിവൈഎഫ്ഐ ഉൾപ്പെടെയുള്ള സംഘടനകളും വലിയ മുന്നൊരുക്കങ്ങൾ നടത്തുമ്പോൾ